ശ്രീമാത്രേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതുമായിട്ടുള്ള ഒരു വിഷയമാണ് മരണാനന്തര കർമ്മങ്ങൾ. മരണം എന്താണ്? മരണാനന്തര കർമ്മം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പാപാത്മാക്കൾ എങ്ങനെയാണ് പുനർജനിക്കുന്നത്? സപിണ്ഡ ക്രിയകൾ, ഇങ്ങനെ പലതും ചോദിക്കാറുണ്ട്. എങ്കിലും നമ്മൾ സാമാന്യമായിട്ടുള്ള മരണാനന്തര കർമ്മങ്ങൾ എന്തൊക്കെയാണ്, പുനർജന്മം എന്നാൽ എന്ത്, ഇങ്ങനെ ചെറിയ ചില വിഷയങ്ങളെ കുറിച്ചുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യം മരണാനന്തര കർമ്മങ്ങൾ എന്താണ് എന്ന് നോക്കാം. മരണാവസ്ഥയില് പൗത്രാദി ബന്ധുക്കള് മരണം ആസന്നമായി കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ അരികിലിരുന്ന് ദുഃഖിക്കുകയും കരയുകയും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൂടാതെ ചെയ്യുന്നതുണ്ട്. ഇപ്പൊ കർമ്മങ്ങൾ എങ്ങനെയാണ്, നമ്മളെ ഒരു ജീവൻ ശരീരം വിട്ടുപോകുമ്പോൾ അവരെ നമ്മൾ എങ്ങനെ യാത്ര അയക്കണം, നമ്മൾ എന്തൊക്കെയാണ് പരിപാലിക്കപ്പെടേണ്ടത്, നമ്മൾ എന്താ പറയാ പിന്തുടരേണ്ട ചില കാര്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് എല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഒരു മരണ വീട്ടിൽ നമുക്ക് എങ്ങനെയാണ് ആ കാര്യങ്ങള് പ്രാവർത്തികമാക്കാൻ സാധിക്കൂ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് പറയുന്നു, മരണാവസ്ഥയില് പൗത്രാദി ബന്ധുക്കൾ മരണം ആസനമായി കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ അരികിലിരുന്ന് ഒരു കാലവും കരയാൻ പാടില്ല, ദുഃഖിക്കാൻ പാടില്ല. ഈ അവസരത്തിൽ എന്താ ചെയ്യേണ്ടത്? ഈശ്വര നാമങ്ങൾ ജപിച്ച് പുരാണാദികൾ വായിച്ച് സൽഗതിക്കായിട്ടുള്ള പ്രാർത്ഥനകൾ നടത്തണം. യമദൂതന്മാർ നാസ്തികരെ ബന്ധിച്ച് യമലോകത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ഈശ്വര സ്മരണയോടുകൂടി അന്ത്യശ്വാസം വലിക്കുന്നവരെ നരകത്തിലേക്ക് ആനയിക്കുകയില്ല. ലൗകികാശാപൂരണത്തിനായി ജീവിച്ച പാപികളെ വളരെ വേഗം നരകദുർഗമങ്ങളിൽ എത്തിക്കുകയും ചെയ്യും. തനിക്ക് താൻ തന്നെ ബന്ധുവെന്നുറച്ച് ജീവിതകാലത്ത് തന്നെ സത്കർമ്മങ്ങൾ ചെയ്യണം. തങ്ങളോടൊത്തു പോരുവാൻ ഭാര്യയോ പുത്രരോ ഉണ്ടാവുകയില്ലെന്ന് ധരിച്ചു വെക്കേണ്ടതാണ്. കാരണം കർമ്മബന്ധത്താൽ മാതാ പിതാ പുത്ര മിത്ര ബന്ധങ്ങൾ ഉണ്ടാകുന്നു. അത് എന്താ പറയാ, യാദൃച്ഛികം മാത്രമാണ്. അത് ശരീരം പോകുന്നതോടുകൂടി അത് അസ്തമിക്കുകയും ചെയ്യും. ബന്ധങ്ങളെല്ലാം തന്നെ മരണത്തോടെ വിസ്മൃതമാകുന്നതാണ്. ബന്ധുക്കൾ ചുടലവരെയും ശരീരം ചുടലയിലും നശിക്കുമ്പോൾ സൂക്ഷ്മ ശരീരത്തിൽ ഉണരുന്ന പ്രേതാത്മാക്കൾക്ക് സദ്ഗതി ലഭിക്കുവാൻ ആവശ്യമായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കരുതി വെക്കേണ്ടതായിട്ടുണ്ട്. ക്രോധം ജ്വലിപ്പിക്കുന്ന കണ്ണുകളോടുകൂടിയും കറുത്തിരണ്ട ദേഹവും ഭയങ്കരമായ ആകൃതിയിൽ ക്രൂര നഖങ്ങളുമുള്ള യമകിങ്കരന്മാർ അയന്ന് വിറച്ചു കരയുന്ന ജീവനെ ഗ്രസിച്ച് യാതനാദേഹത്തിലാക്കി കഴുത്തിൽ കയറുകൊണ്ട് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു എന്ന് ഗാരുഡ പുരാണം പറയുന്നു. യമദൂതന്മാരുടെ പരുഷമായ വാക്കുകളും ബന്ധുമിത്രാദികളുടെ ദുഃഖങ്ങളും കണ്ടും കേട്ടും അനുഭവിച്ചും ശോകക്കടലിൽ ഈ യാതനാദേഹികൾ പതിക്കുകയാണ് ചെയ്യുന്നത്. യാതനാദേഹം എന്ന് പറയുന്നത് മരണാനന്തരം ലഭിക്കുന്ന ദേഹമാണ്. ഈ യാതനാദേഹം കൈവന്ന ദേഹികൾക്ക് വാസനാബലത്താൽ വിശപ്പും ദാഹവും അധികരിച്ചുണ്ടാകുന്നു. ഈ അവസരത്തിൽ സ്വപുത്രന്മാരെയോ ബന്ധുക്കളെയോ അവർ സ്മരിക്കുന്നു. അവരർപ്പിക്കുന്ന ബലിദാനങ്ങൾ പരേതന് ലഭിക്കുന്നുവെന്ന് പൂർണ്ണമായിട്ട് എല്ലാ പുരാണങ്ങളും പറയുന്നുണ്ട്. ഇത് അല്പം ആശ്വാസം അവർക്ക് കൊടുക്കുകയാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഒന്നിലും തൃപ്തി വരാത്തവർക്ക് പിണ്ടാദി ദാനക്രിയകൾ ചെയ്താലും വിശപ്പ് തീരുകയില്ല. പിതൃക്കൾക്ക് വേണ്ടി പുത്ര ബന്ധു മിത്രാദികൾ പിണ്ടങ്ങളും ദാനങ്ങളും അർപ്പിക്കുന്നത് പ്രേതാത്മാക്കൾക്ക് നിതാന്ത സൗഖ്യമരുളുന്നുവെന്നും പറയപ്പെടുന്നു. ഇത്തരം കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് ഇഹലോകവാസികളുടെ കടമയാകുന്നു. അപ്രകാരം ചെയ്യാതിരുന്നാൽ യാതനാദേഹികളായിരിക്കുന്ന പ്രേതാത്മാക്കൾ ദീർഘകാലം പരഗതിയില്ലാതെ അലഞ്ഞ് നടന്ന് കോപം കൊണ്ട് ശപിക്കുമെന്ന് പറയപ്പെടുന്നു. ഇത്തരം ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാനും ബലികർമ്മങ്ങൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു പുണ്യകർമ്മമാണ് എന്ന് നമ്മൾ ഓർത്ത് ചെയ്യേണ്ടതാണ്. ശരീരം വെടിയുന്ന നാൾ മുതൽ 10 ദിവസം ചെയ്യപ്പെടുന്ന പിണ്ടദാനത്താൽ പരേതൻ ഒരു യാതനാദേഹം കൈവടിഞ്ഞ് പിണ്ടദേഹി ആയിട്ട് തീരുന്നു. 1-ാം ദിവസം പിണ്ടത്തിൽ തലയും 2-ാം ദിവസത്തിൽ കഴുത്തും 3-ാം നാളിൽ ഹൃദയവും അപ്രകാരം ഓരോ ദിവസം നൽകുന്ന പിണ്ടദാനത്താൽ ആ ഒരു നാഭി, കടിപ്രദേശം, ഗുഹ്യം, തുട, മുട്ട, പാദങ്ങൾ എന്നീ അവയവങ്ങൾ എല്ലാം തന്നെ ഉണ്ടാകുന്നു. 10-ാം ദിവസം നൽകുന്ന പിണ്ടത്താൽ വിശപ്പും ദാഹവും ഉണ്ടാകുന്നു. 11, 12 ദിവസങ്ങളിലെ പിണ്ടം കൊണ്ട് പിണ്ടദേഹത്തിലെ വിശപ്പ് പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെടുന്നു. കാരണം ആദ്യത്തെ 10 നാളിലെ പിണ്ടത്തിൽ 4-1 മാത്രമേ പ്രേതാത്മാവിന് ലഭിക്കുന്നുള്ളൂ. 2 ഭാഗം പഞ്ചഭൂതങ്ങൾക്കും 1 ഭാഗം യമദൂതന്മാർക്കും ഉള്ളതാണ്. പിണ്ടദേഹം ലഭിച്ച പ്രേതാത്മാവിനെ യമകിങ്കരന്മാർ ധർമ്മരാജന്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നു. സുദീർഘമായ ഒരു യാത്രയാണിത്. യമപുരിയെ ചുറ്റി ഒഴുകുന്ന വൈതരണി നദിയുണ്ട്.
യമപുരം പ്രാപിക്കുന്നതിന് മുമ്പായിട്ട് 16 പുരങ്ങൾ അവിടെ വേറെയുമുണ്ട്. ഇതിനെ സൗമ്യയുധം, സൗരീയുരം, സൗരീപുരം, നാഗേന്ദ്രം, ഗന്ധർവം, ശൈലാഗമം, ക്രൗഞ്ചം, ക്രൂരം, വിചിത്രഭവനം, ബാഹ്വപദം, ദുഃഖദം, നാനാക്രന്ദനപുരം, സുതപ്തഭവനം, രൗദ്രം, പയോവർഷണം, ശീതാഢ്യം, ബഹുഭീതി എന്നിവയുള്ള 16 പുരങ്ങളാണ്. 16 ദിവസം, അതായത് 16 ദിവസം ചില പുരാണങ്ങൾ അനുസരിച്ച് 18 ദിവസം പ്രേതാത്മാക്കള് സൗമ്യപുരത്തിൽ എത്തുന്നു എന്ന് പറയാറുണ്ട്. അല്പം വിശ്രമം നൽകാനായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ നഗരം. ഇവിടെ അല്പം വിശ്രമിക്കാൻ യമദൂതന്മാർ അനുവദിക്കുന്നു. വിശ്രമത്തിനിടയിലും വാസനാബലം പാപികളെ വലയ്ക്കാൻ തുടങ്ങും. ഈ അവസരം കിങ്കരന്മാർ മുൾവടി കൊണ്ടടിക്കുകയും ചെയ്യുന്നു. ഇത്തരം താടനങ്ങൾ സഹിച്ച് യാത്ര തുടരുന്നു. പുത്രപൗത്രാദികൾ നൽകുന്ന ആ ഒരു മാസപിണ്ഡങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്ന ഏക ആശ്വാസം. ബന്ധുക്കൾ നൽകുന്ന 41 ദിവസത്തെ പിണ്ഡദാനങ്ങൾ പ്രേതാത്മാക്കൾ സൗരീപുരം എന്ന നഗരത്തിൽ വെച്ച് ഭക്ഷിക്കുന്നു. ബന്ധുക്കൾ ഇത് നൽകിയില്ലെങ്കിൽ ഇവർ വിശന്ന് വലയിൽ 2-ാം മാസത്തിൽ നൽകപ്പെടുന്ന പിണ്ഡം നാഗേന്ദ്രത്തിൽ വെച്ച് ഇവർ ഭക്ഷിക്കുന്നു. 3-ാം മാസത്തേത് ഗന്ധർവപുരം, 4-ാം മാസത്തേത് ശൈലാഗമത്തിൽ വെച്ചും കല്ലേറ് കൊണ്ടുള്ള കുളി കഴിഞ്ഞ് 5-ാം മാസത്തിലെ പിണ്ഡം ഭുജിക്കുന്നു. ക്രൂരപുരത്ത് വെച്ച് 6-ാം മാസത്തിലെയും വിചിത്രപുരത്ത് വെച്ച് 7-ാം മാസത്തെയും ബാഹ്വാപദം എന്ന പുരത്ത് വെച്ച് 8-ാം മാസത്തെയും 9-ാം മാസത്തെ ക്രന്ദനപുരത്ത് വെച്ചും 16-ാം മാസത്തേത് അഗ്നിവർഷം ചൊരിയുന്ന സുതപ്തപുരത്ത് വെച്ചും ഭക്ഷിക്കുന്നു. ഈ പുരത്തിൽ വെച്ച് എത്ര തന്നെ പിണ്ഡവും ജലവും ഭക്ഷിച്ചാലും മതിവരികയില്ല. 11-ാം മാസത്തിൽ രൗദ്രപുരത്ത് എത്തുന്നു. പ്രേതാത്മാക്കൾ അവിടെ വെച്ച് 11-ാം മാസത്തെ പിണ്ഡവും ഭക്ഷിക്കുന്നു. ആണ്ട് തികയുമ്പോൾ നൽകപ്പെടുന്ന വാർഷിക പിണ്ഡം ഭക്ഷിച്ച് ആ ബഹുത്രി എന്ന നരകത്തിലേക്ക് കടക്കുന്നു. പുന്നാമമായ നരകത്തിൽ നിന്ന് താതനെ ത്രാണനം ചെയ്യുന്നത് കൊണ്ടാണ് പുത്രൻ എന്ന പേര് പുത്രൻ എന്ന പേര് ഉത്ഭവിച്ചത്. മകനാണ് കർമ്മം ചെയ്യുന്നത്. സാധാരണഗതിയിൽ മാതാപിതാക്കൾക്ക് പുത്രൻ തന്നെയാണ് കർമ്മം ചെയ്യേണ്ടത്. ധാർമ്മികനായ പുത്രൻ കുലത്തെ മുഴുവൻ പാപങ്ങളിൽ നിന്ന് കരകയറ്റുന്നുവെന്ന് സങ്കല്പിക്കാറുണ്ട്. വേദ ഇതിഹാസങ്ങളിലും ശ്രുതികളിലും എല്ലാം പുത്ര മഹാത്മ്യത്തെ കുറിച്ച് പ്രകീർത്തിച്ച് കാണുന്നുമുണ്ട്. പുത്രന്റെ മുഖദർശനത്താൽ പൈതൃകമായ കടങ്ങൾ നീങ്ങുന്നു. പൗത്രൻ കൊണ്ട് ഋഷികൾക്കുള്ള കടം, ദേവന്മാർക്കുള്ള കടം, പിതൃക്കൾക്കുള്ള കടം എന്നിവ തീരുന്നു. പൗത്രാദികളെ കൊണ്ട് സ്വർഗപ്രാപ്തി വരെ വന്നുകൂടുമെന്ന് വിധിപ്രകാരം വിവാഹം കഴിച്ച ഭാര്യയിൽ ജനിക്കുന്ന പുത്രനാൽ പിതാവിന് ഊർധ്വഗതിയും അന്യ സ്ത്രീകളിൽ ജനിക്കുന്ന പുത്രനാൽ പിതാവിന് അധോഗതിയും ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു. തുല്യഗണത്തിൽപ്പെട്ട ഭാര്യയിൽ ഉണ്ടാകുന്ന പുത്രൻ ചെയ്യുന്ന ശ്രാദ്ധകർമ്മത്തിന് പിതാവിന് സ്വർഗ കവാടം തുറന്നു കിട്ടും. സൽപുത്രരുള്ള പിതാക്കൾക്ക് ഈശ്വരഭക്തി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ വിഷ്ണു സഹസ്രനാമവും ഭഗവതി ഗീതയും മറ്റും വായിച്ച് കേൾപ്പിക്കണം. പിതാവിന് സൽഗതി കിട്ടാനുള്ള ദാനധർമ്മങ്ങൾ ചെയ്യണം. മരണശേഷം ശ്രാദ്ധകർമ്മങ്ങൾ വഴിപോലെ ചെയ്യുകയും വേണം. ഇനി ദഹനക്രിയ ക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, സുഹൃത്തുക്കൾ മരിക്കുന്നതിന് മുമ്പ് ദാനധർമ്മങ്ങൾ ചെയ്തവരാണെങ്കിലും സാധാരണ മനുഷ്യർ മരിച്ചാലും അന്തിമ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക തന്നെ വേണം. ബാലപ്രായക്കാർ മരിച്ചാൽ ഭൂമിയിൽ കുഴിച്ചിട്ടാൽ മതിയാവും. 5 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ഉള്ളവർ മരിക്കുമ്പോൾ പിതാവ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ സബിണ്ടി ക്രിയകൾ ആവശ്യമില്ല. ഗർഭിണി മരിച്ചാൽ വയർകീറി ശിശുവിനെ പുറത്ത് കുഴിച്ചിട്ട ശേഷം മാതാവിന്റെ ശവശരീരം ദഹിപ്പിക്കേണ്ടതാകുന്നു. ത്രിദണ്ഡധാരികളായ സന്യാസിമാർ മരിച്ചു കഴിഞ്ഞാൽ ഉദകക്രിയ നടത്തേണ്ട ആവശ്യമില്ല. അവർക്ക് പ്രേതഭാവമില്ല. അവരുടെ ആത്മാവ് യമലോകം വഴി ഹിരണ്യലോകത്തേക്ക് പോകുന്നു. തീർത്ഥശാർത്ഥം, ഗയാശാർത്ഥം ഇവ വേണമെങ്കിൽ സന്യാസിമാരുടെ പുത്രർക്ക് ചെയ്യാം. ഹംസൻ, പരമഹംസൻ, ബഹൂദകൻ, കുടീചകൻ എന്നീ അവസ്ഥകളെ പ്രാപിച്ച സന്യാസിമാരുടെ മൃതദേഹം ഭൂമിയിൽ കുഴിച്ച് സമാധി ഇരുത്തുകയോ ഗംഗയിൽ ഒഴുക്കുകയോ ചെയ്യാം. 16 വയസ്സിൽ കൂടുതലുള്ളവർ മരിച്ചാൽ മൃതദേഹം ദഹിപ്പിക്കണം. അച്ഛനമ്മമാർ മരിക്കുമ്പോൾ അവരുടെ ആ ശാന്ത്യകർമ്മം ചെയ്യേണ്ട കാര്യങ്ങൾ പലതുണ്ട്. കർമ്മങ്ങൾ ആരംഭിക്കുമ്പോൾ ശിരോമുണ്ഡനം ചെയ്യണം. കക്ഷരോമങ്ങളും നഖവും കളയേണ്ട ആവശ്യമില്ല. കുളിച്ച് ശുഭ്രവസ്ത്രം ധരിക്കണം. മൃതദേഹത്തെ വസ്ത്രങ്ങൾ അണിയിച്ച ശേഷം പുഷ്പങ്ങൾ, ചന്ദനം എന്നിവ ചാർത്തി എല്ലാവർക്കും കാണത്തക്ക വിധം ഇലയിലോ അലകമേലോ കട്ടിലിലോ കിടത്തി പുത്രന്മാരും പുത്രിമാരും ബന്ധുജനങ്ങളും മൃതദേഹത്തിന്റെ വായിൽ തുളസിപ്പൂവും പച്ചരിയും സമർപ്പിച്ച് നമസ്കരിക്കുകയും പിതാവിന്റെ നാമഗോത്രങ്ങൾ പറഞ്ഞ് ഈ ദേഹിക്ക് മുക്തി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദക്ഷിണയും ദാനവും സമർപ്പിക്കുകയും വേണം. അതിനുശേഷം മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ശവപിണ്ഡം എന്ന ആദ്യത്തെ പിണ്ഡം സമർപ്പിക്കുകയാണ്. ശവശരീരത്തിന്റെ അധിഷ്ഠാന ദേവത ഭൂമിയാണ്.
ശവപിണ്ഡം സമർപ്പിക്കുന്നതിലൂടെ ഭൂമി സന്തുഷ്ടയാകുകയാണ്. ശവശരീരം മാറ്റുമ്പോൾ ഭൂതഗണങ്ങളാൽ മാർഗതടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വാതിലിനടുത്ത് വെച്ച് ദ്വാരപിണ്ഡം എന്ന രണ്ടാമത്തെ പിണ്ഡം നൽകണം. വാതിലിന് പുറത്തു കിടക്കുന്ന മൃതശരീരത്തെ പ്രദക്ഷിണം വെച്ച് പൂജിച്ച ശേഷം മഞ്ചത്തിൽ കിടത്തി എടുത്തുകൊണ്ട് ശ്മശാനത്തിലേക്കോ കുഴിക്കരയിലേക്കോ പോവേണ്ടതാണ്. ബാല്യകാലത്തെ പിതാവ് പുത്രരെ തോളിലേറ്റി നടക്കുന്ന കടം തീർത്ത് ചുമന്നുകൊണ്ട് തന്നെ പോണമെന്ന് പറയാറുണ്ട്. വഴിയിൽ വെച്ച് വൃത്തിയാക്കിയ തറയിൽ മഞ്ചം വെച്ചതിന് ശേഷം ഭൂതപിണ്ഡം സമർപ്പിക്കണം. അഗ്നിയിൽ മൃതദേഹം ദഹിപ്പിക്കുന്നതിന് ഭൂമിയിൽ വസിക്കുന്ന ഭൂതപിശാചാദികളുടെ അനുഗ്രഹം സിദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭൂതപിണ്ഡം സമർപ്പിക്കുന്നത്. അതിനുശേഷം ശ്മശാനത്തിൽ കുഴിക്കരയിൽ തെക്കോട്ട് തല വരത്തക്ക വിധം ശവം കിടത്തണം. ഇനിയാണ് അഗ്നി തയ്യാറാക്കേണ്ടത്. ചാണകം മെഴുകി ശുദ്ധമാക്കിയ സ്ഥലത്ത് ഊർധ്വരേഖയായി ദർഭ വിരിച്ച് അതിൽ അഗ്നി വളർത്തി പുഷ്പ അക്ഷതങ്ങൾ സമർപ്പിച്ച് മന്ത്രത്തോടുകൂടി ഹോമം ചെയ്യണം. കാരണം അതിനൊരു പ്രത്യേക മന്ത്രമുണ്ട്. കാരണം അതവിടെ ചൊല്ലണമെന്നർത്ഥം. ഇപ്രകാരം തയ്യാറാക്കിയ അഗ്നിയെ സജ്ജമാക്കിയിരിക്കുന്ന ചിതയിൽ അർപ്പിച്ച് ചിതയിൽ ശവം കിടത്തി ഒരു പിണ്ഡം ചിതയിൽ വയ്ക്കണം. ഇതിനെ സാധക പിണ്ഡം എന്നാണ് പറയപ്പെടുന്നത്. ഒരു പിണ്ഡം ശവത്തിന്റെ കയ്യിൽ വയ്ക്കണം. പ്രേതപിണ്ഡം മൃതശരീരം അഗ്നിയിൽ വയ്ക്കുന്ന നിമിഷം മുതലാണ് പ്രേതം എന്ന നാമം വരുന്നത്. ഇതിനുശേഷം പ്രേതം വിറകുകൾ കൊണ്ട് മൂടുകയും അഗ്നി കൂടുതൽ പകർന്ന് ചിത കത്തുമാർ അഗ്നിയെ വളർത്തുകയും ചെയ്യണം. ഇനി പഞ്ചകം എന്നുള്ള ദോഷ സമയത്താണ് മരണം നടക്കുന്നതെങ്കിൽ ദോഷപരിഹാരത്തിനുള്ള കർമ്മങ്ങൾ കൂടി നടത്തിയതിനു ശേഷം മാത്രമേ ശവദാഹം ചെയ്യാൻ പാടുള്ളൂ. അവിട്ടം നക്ഷത്രത്തിന്റെ 30 നാഴിക കഴിഞ്ഞ് രേവതി നാളിന്റെ അന്ത്യം വരെയുള്ള സമയത്ത് മരണമടയുന്നവർക്കാണ് പഞ്ചകം എന്നുള്ള ദോഷമുള്ളത്. ഇതിന് പരിഹാരമായിട്ട് 4 കൃത്രിമ ശരീരം ദർഭ കൊണ്ടുണ്ടാക്കി പ്രതിമയുടെ കയ്യിൽ സ്വർണ്ണ പ്രതിമ വെച്ച് ദഹിപ്പിച്ച ശേഷം മൃതശരീരം ചിതയിൽ വെക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം മരണം സംഭവിച്ച വ്യക്തിയുടെ സന്താനങ്ങൾക്കോ ബന്ധുക്കൾക്കോ മരണമോ കഷ്ടനഷ്ടങ്ങളോ കുടുംബനാശമോ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. ദഹനകർമ്മങ്ങൾ കഴിഞ്ഞ് എല്ലാ ബന്ധുക്കളും കുളിച്ച് ശുദ്ധി വരുത്തണം. സ്ത്രീകൾ ആദ്യം കുളിക്കണം. പുത്രന്മാർ കുളിച്ച് തലോദകം ചെയ്ത് ഗൃഹത്തിൽ ഉപവസിക്കണം. മരിച്ചു കിടന്ന സ്ഥലം വൃത്തിയാക്കി തെക്കോട്ട് തിരിച്ച് വിളക്ക് കത്തിച്ച് അണയാതെ 11 ദിവസം സൂക്ഷിക്കണം. കുഴിക്കരയിൽ പച്ച മൺപാത്രത്തിൽ സന്ധ്യാസമയത്ത് പാലും വെള്ളവും വയ്ക്കണം. 4-ാം ദിവസം സഞ്ചയന കർമ്മം നടത്തണം. ഈ കർമ്മം 2-ാം ദിവസവും 3-ാം ദിവസവും നടത്താവുന്നതാണ്. കർമ്മം ചെയ്യേണ്ടയാൾ കുളി കഴിഞ്ഞ് വന്ന് ശ്മശാനവാസികൾക്കുള്ള മാഷബലി നടത്തണം. അതിനുശേഷം ചിതയിൽ ജലവും പാലും കുടഞ്ഞ ശേഷം അസ്ഥി കഷ്ണങ്ങൾ ശേഖരിച്ച് ശുദ്ധി ചെയ്ത മൺപാത്രത്തിലിട്ട് തുടർന്ന് വിധിപ്രകാരം ശ്രാദ്ധകർമ്മങ്ങൾ നടത്തണം. ഇതിനായി ഭൂമിയിൽ ഒരു ഭാഗം ത്രികോണ ആകൃതിയിൽ മെഴുകി വൃത്തിയാക്കി തെക്ക് തിരിഞ്ഞ് 3 തെങ്ങ്, പടിഞ്ഞാറ്, വടക്ക് എന്നീ ഭാഗങ്ങളായി 3 പിണ്ഡങ്ങൾ വയ്ക്കണം. അതിനുശേഷം ചിതാഭസ്മം ഒരിടത്തുകൂടി നടുവിൽ അടുപ്പുണ്ടാക്കി കുടത്തിൽ അടയ്ക്കാതെ അരി വേവിച്ച നെയ്യും തൈരും ജലവും ചേർത്ത് ഉരുളകളാക്കി പ്രേതത്തിനായിട്ട് ബലിദാനം ചെയ്യണം. അതിനുശേഷം അസ്ഥി കലശം കുഴിക്കരയിൽ നിന്ന് 15 അടി മാറ്റി അവിടെ വച്ച ശേഷം മുകളിൽ പിണ്ഡം വയ്ക്കുക. ഇതിനുശേഷം അസ്ഥി ഒരിക്കൽ കൂടി ശുദ്ധി വരുത്തി ചന്ദനാദികൾ ചാർത്തി നമസ്കരിക്കണം. നമസ്കരിച്ച ശേഷം തലയിലെടുത്ത് ഗംഗയിലോ പുഴയിലോ മറ്റു പുണ്യതീർത്ഥങ്ങളിലോ സമുദ്രത്തിലോ നിക്ഷേപിക്കണം. ഇപ്രകാരം അസ്ഥി ഗംഗയിൽ നിമജ്ജനം ചെയ്യപ്പെട്ടാൽ ഭാഗ്യം കിട്ടുന്നവർക്ക് ബ്രഹ്മലോകം പോകാനാകുമെന്ന് പറയപ്പെടുന്നു. മൃതശരീരത്തിൽ ഗംഗാജലം സ്പർശിച്ചാലും അവന്റെ സകല പാപങ്ങളും ഉടൻ നശിക്കുന്നു. മൃതശരീരം ലഭിക്കാത്ത വിധം മരണപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി ദർഭ കൊണ്ട് ശവശരീരമുണ്ടാക്കി മുമ്പ് വിവരിച്ച പ്രകാരം ദഹനം നടത്താം. മാസബലി, വാർഷിക ബലി എന്നിവകളെല്ലാം തന്നെ ദഹന ദിവസം മുതൽ കണക്കാക്കി ചെയ്യണം. പ്രേതാത്മാവിന്റെ നക്ഷത്രം മരണസമയത്തെ നക്ഷത്രമാകുന്നു. മരണസമയത്ത് ബന്ധുക്കൾ വാർക്കുന്ന കണ്ണുനീർ പരേതാത്മാവിന് ഭുജിക്കേണ്ടി വരും. മാതാപിതാക്കളുടെ ശ്രാദ്ധകർമ്മങ്ങൾ നടത്തുന്ന പുത്രന്മാർ ശരീരശുദ്ധിയോടും അന്നശുദ്ധിയോടും മനഃശുദ്ധിയോടും ഉപവാസമനുഷ്ഠിച്ച് തറയിൽ ഉറങ്ങി പുലരും മുമ്പ് കുളി കഴിഞ്ഞ് ഏതെങ്കിലും വൃക്ഷച്ചുവട്ടിൽ പോയി പൂജ നടത്തി അരിയോ ഗോതമ്പോ വേവിച്ച് പിണ്ഡം നൽകണം. പിണ്ഡം എന്ന് പറഞ്ഞാൽ ചോറ്, നെയ്യ്, തൈര്, തേൻ, പാല്, എള്ള് ഇവ കൂട്ടിച്ചേർത്ത് കുഴച്ചതാണ്. പിണ്ഡദാനത്തോടൊപ്പം തന്നെ നാമഗോത്രങ്ങൾ പറഞ്ഞ് ചന്ദനം, പുഷ്പം, രാമച്ചം ഇവ ചേർത്ത് ധൂപദീപ നൈവേദ്യ സഹിതം പിണ്ഡം നൽകേണ്ടതാകുന്നു. ദക്ഷിണയും കൊടുക്കണം. പിണ്ടച്ചോറ് കാക്കയ്ക്ക് കൊടുക്കണം. മരണപ്പിറ്റേന്ന് തുടങ്ങി പിണ്ഡം നൽകണം. ആദ്യ ദിവസം 3 പിണ്ഡം, പിറ്റേ ദിവസം മുതൽ ഓരോന്ന് കൂട്ടി കൊണ്ടുവരേണ്ടതാണ്.
ആദ്യത്തെ 9 ദിവസം ഒരേ തരത്തിലുള്ള പിണ്ടമാണ് നൽകേണ്ടത്. 9-ാം ദിവസം സബിണ്ടികളെല്ലാം ജലാശയത്തിൽ പോയി എണ്ണ തേച്ച് കുളിക്കണം. മൃതനായവർക്ക് സ്വർഗ്ഗപ്രാപ്തി കൈവരണേ എന്ന് പ്രാർത്ഥിക്കണം. 10-ാം ദിവസം മാംസം കൊണ്ടോ മാംസം കൊണ്ടോ പിണ്ടം നൽകണം. 10-ാം ദിവസം ബന്ധുക്കളും പുത്രന്മാരും ക്ഷൗരം ചെയ്യണം. കർമ്മപൂർത്തിക്ക് ശേഷം വീട്ടിൽ വന്ന പശുവിന് ഉരുളച്ചോറ് കൊടുത്ത ശേഷം എല്ലാവർക്കും ഭക്ഷണം കഴിക്കാവുന്നതാണ്. 11-ാം ദിവസം രാവിലെ കുളിച്ച് ശുദ്ധി വരുത്തി ആചാര്യനെ വന്ദിച്ച് പ്രേതമുക്തിക്കായി പ്രാർത്ഥിക്കണം. ദാനധർമ്മങ്ങൾ യഥാവിധി നടത്തിയ ശേഷം പിണ്ടം സമർപ്പിക്കണം. സബിണ്ടിക്ക് മുമ്പായി 16 ശ്രാദ്ധങ്ങളാണ് നടത്തേണ്ടത്. ആദ്യത്തെ 6 പിണ്ടം മരിച്ചു കിടക്കുന്ന സ്ഥാനം, വാതിക്കൽ, അർത്ഥമാർഗത്തിൽ, ചിതയിൽ, ശവത്തിന്റെ കയ്യിൽ, അസ്ഥി സഞ്ചയന ദിവസത്തിലാണ് സമർപ്പിക്കേണ്ടത്. ഇവയെ അശുദ്ധ പിണ്ടം എന്നും ആദ്യ ക്രിയകളായി അറിയപ്പെടുന്നു. ഇനി വേണ്ടത് 11-ാം നാളിൽ ആചരിക്കേണ്ട 16 മധ്യപിണ്ടങ്ങളാണ്. വിഷ്ണുവിനെ സങ്കല്പിച്ച്, ശിവനെ സങ്കല്പിച്ച്, യമഭൃത്യന്മാർക്ക്, സോമരാജനായിട്ട്, അഗ്നിക്ക്, ക്രവ്യവാഹനത്തിനായി, കാലന്, രുദ്രന്, പുരുഷനായി, പ്രേതത്തിനായി, വിഷ്ണുവിനായി, ബ്രഹ്മാവിന്, വീണ്ടും വിഷ്ണുവിനായിട്ട് ശിവൻ, യമൻ, തൽപുരുഷൻ എന്നിവ അങ്ങനെ 16 പിണ്ടങ്ങള്. അതിനെ മധ്യ ഷോഡശ പിണ്ടം എന്നാണ് പറയുന്നത്. പുത്രൻ പിതാവിന് വേണ്ടി ഷോഡശങ്ങൾ അനുഷ്ഠിച്ചാൽ പിതാവിനും പുത്രനും ശ്രേയസ് ഉണ്ടാകുമെന്നും ഭാര്യ ഇത് ചെയ്താൽ അവൾ പതിവ്രതകളിൽ വെച്ച് വാഴ്ത്തപ്പെട്ടവളുമാകുമെന്ന് പറയപ്പെടുന്നു. അഗ്നിയിലോ ജലത്തിലോ വീണ് മരിച്ച ആൾക്കും മേൽപ്പറഞ്ഞ കർമ്മങ്ങൾ വിധിപ്രകാരം ചെയ്യേണ്ടതാണ്. സർപ്പദംശനമേറ്റ് മരിച്ചവർക്ക് വേണ്ടി 2 പക്ഷങ്ങളിലുള്ള പഞ്ചമി നാളിൽ അരിമാവ് കൊണ്ട് സർപ്പരൂപം ഉണ്ടാക്കി വെളുത്ത പുഷ്പം, ചന്ദനം, പനിനീർ, തിലം, അരി ഇവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നാരായണ ബലി എന്ന ക്രിയയും ചെയ്യുക. പരേതന്റെ സകല പാപങ്ങളും നീങ്ങി സ്വർഗം പ്രാപിക്കും. പുല തീർന്ന ശേഷം സബിണ്ടിയും ദാനവും നടത്തണം. ഇത് 1-ാം വർഷ അവസാനത്തിന് മുമ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ സബിണ്ട ക്രിയകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുല തീർന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന സബിണ്ട ക്രിയകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാല് മറ്റു കർമ്മങ്ങൾക്ക് ഫലമില്ലാതാവും ഈ സബിണ്ടി ചെയ്തില്ലെങ്കിൽ. ബ്രാഹ്മണന് 10 ദിവസം, ക്ഷത്രിയന് 12 ദിവസം, വൈശ്യന് 15 ദിവസം, ശൂദ്രന് 1 മാസമാണ് പുല. പല്ല് മുളയ്ക്കാത്ത കുഞ്ഞു മരിച്ചാൽ കുളി കഴിഞ്ഞാൽ പുല തീരും. ഈ ചൗളക്രിയയ്ക്ക് മുമ്പ് മരിച്ചാൽ 3 ദിവസത്തെ പുലയും, ഉപനയനത്തിന് മുമ്പാണെങ്കിൽ 3 ദിവസം, ഉപനയനത്തിന് ശേഷമുള്ള മരണത്തിന് 10 ദിവസവും പുലയുണ്ടാകുമെന്ന് പറയുന്നു. പ്രസവാനന്തരം 27-നകം കന്യക മരിച്ചാൽ അന്നത്തെ കുളി കഴിഞ്ഞ് ശുദ്ധമാകും. പുലകാല അശുദ്ധി സകല ജനങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. മരണം, പ്രസവം ഇതിലെല്ലാമുള്ള പുല കലിയുഗത്തിൽ 11 നാൾ ആചരിച്ചാൽ മതിയെന്ന് പറയപ്പെടുന്നു. പുല ആചരിക്കുമ്പോൾ കുടുംബത്തിൽ വെച്ച് ചെയ്യുവാൻ പാടില്ലാത്തതായിട്ടുള്ള ചില കർമ്മങ്ങളുണ്ട്. എണീറ്റ് ചെന്ന് എതിരേൽക്കുക, അഭിവന്ദനം ചെയ്യുക, ആശീർവാദം ചെയ്യുക, ദേവപൂജ, കട്ടിലിൽ കിടന്ന് ഉറങ്ങുക, ആലിംഗനം, സന്ധ്യാവന്ദനം, ജപം, ഹോമം, സ്വാധ്യായം, വിപ്രഭോജനം, വൃതാചരണം ഇവയൊന്നും തന്നെ പുലകാലം ചെയ്യാൻ പാടില്ല. ഈ അശുദ്ധി ബാധിക്കാത്തവർ ബ്രഹ്മചാരി, ബ്രഹ്മനിഷ്ഠൻ, സന്യാസി, രാജാവ്, അഗ്നിഹോത്രം ചെയ്യുന്ന ബ്രാഹ്മണൻ എന്നിവരാകുന്നു. മരണ വീട്ടിൽ മരണത്തിന് മുമ്പുണ്ടാക്കിയ ആഹാരത്തിൽ അശുദ്ധിയില്ല. ഈ സബിണ്ടി എന്ന കർമ്മം മരണശേഷം 12 നാൾ വരെ ചെയ്യേണ്ടതാണ്. ചിലർ 3 മാസം കഴിഞ്ഞും 6 മാസം കഴിഞ്ഞും പരമാവധി 1 വർഷം തികയുന്നതിന് മുമ്പ് നടത്താറുണ്ട്. സബിണ്ടി കർമ്മം കഴിയുന്നവിടെ പുല നിൽക്കും. സബിണ്ടി കർമ്മഫലമായി സർവ്വ തീർത്ഥ സ്നാനത്തിന്റെയും സർവ്വയജ്ഞത്തിന്റെയും ഫലപ്രാപ്തി ലഭിക്കുന്നു. സബിണ്ടി ദിവസം മരിച്ച വീട് ശുദ്ധമാക്കി അർഘപാദ്യ ആചമനാദികളാൽ വിശ്വദേവന്മാരെ പൂജിക്കണം. പിതൃക്കൾക്ക് പിതൃലോകം പോകാൻ മുമ്പ് ചെയ്ത കർമ്മങ്ങളിലെ കുറവ് നിമിത്തം കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കായി ഹവിസ് തൂകണം. പിതാമഹന്മാർക്ക് വേണ്ടി 3 പിണ്ടം സമർപ്പിക്കണം. വേറൊരു പിണ്ടം മരിച്ച ആളിനായിട്ടും വയ്ക്കുക. ഈ പിണ്ടങ്ങളെ വിധിപൂർവം പൂജിക്കണം. അതിനുശേഷം പ്രേതപിണ്ടത്തെ 3ആയി പകുത്ത് പിതാമഹന്മാരുടെ പിണ്ടവുമായി ചേർക്കുക. പുത്രൻ ഇല്ലാതെ മരിച്ച സ്ത്രീയുടെ സബിണ്ടി ഭർത്താവിന് ചെയ്യാം. ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടി സബിണ്ടി ക്രിയ നടത്താവുന്നതാണ്. സബിണ്ടിക്ക് ശേഷം പുത്രൻ പിതാവിന് തർപ്പണം ചെയ്യണം. അവസാനം കുങ്കുമ അക്ഷത നൈവേദ്യങ്ങളെ കൊണ്ട് ഗണപതി, ദേവി, നവഗ്രഹങ്ങൾ എന്നിവരെ പൂജിച്ച ശേഷം ആചാര്യൻ പുത്രന്റെ കയ്യിൽ സൂത്രബന്ധനം ചെയ്ത ശേഷം മന്ത്രാന്വിതമായിരിക്കുന്ന അക്ഷതം നൽകുന്നു. അതിനുശേഷം സബിണ്ടി കർമ്മത്തിന് ധരിച്ച വസ്ത്രം മാറ്റി പുതുവസ്ത്രം ധരിച്ചു വന്ന് ദാനം ചെയ്യണം. സൽപാത്രദാനം പിതാവിനും പുത്രനും ഇഹപര സുഖങ്ങൾ ലഭ്യമാക്കും. യമമാർഗത്തിൽ സഞ്ചരിക്കുന്ന പരേതാത്മാക്കൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ ഈ കർമ്മം മൂലം കുറവുണ്ടാകുകയും ചെയ്യും. യമകിങ്കരന്മാരുടെ ക്രൂരത കുറയും. ഇതുകൂടാതെ ഓരോ മാസവും മാസപിണ്ഡം സമർപ്പിക്കണം. ചതുർദശി, നവമി, ചതുർത്ഥി തിഥികളിൽ മരിച്ചവർക്ക് വേണ്ടിയും ചില പ്രത്യേക കർമ്മങ്ങൾ ചെയ്യണം. 84 ശരീരികൾ ഉള്ളതിൽ ഏറ്റവും മികച്ചതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്.
ലക്ഷം കോടി ജന്മം കഴിഞ്ഞാണ് മനുഷ്യജന്മം ലഭിക്കുന്നത്. മുക്തിക്കുതകുന്ന ജന്മമെങ്കിലും ആ സ്വാത്മാവിനെ ഊർധ്വഗതിയിൽ നയിച്ച മോക്ഷപ്രാപ്തി കൈവരിക്കേണ്ടതാണ്. ധർമ്മം മനുഷ്യനെ ജ്ഞാനമാർഗത്തിലേക്കും ജ്ഞാനം ധ്യാന യോഗചര്യകളിലേക്കും ധ്യാന യോഗാദികൾ മുക്തിദായകങ്ങളായിട്ട് ഭവിക്കും. ഉറപ്പാണ്. സ്വാത്മാവിനെ അബദ്ധ സഞ്ചാരത്തിലേക്ക് വിടാതെ നോക്കേണ്ടത് ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണ്. മുഴുവൻ ചെയ്തു തീർക്കേണ്ടത് ചെയ്തു തീർത്തുവോ എന്ന് നോക്കിയിട്ടല്ല മൃത്യു അവനെ പുലുകുന്നത് എന്നുള്ള സത്യം നാം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനമായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങളെ കുറിച്ചാണ് മരണാനന്തര കർമ്മങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. എല്ലാവർക്കും കഴിയുന്നത് പോലെ ഇതിൽ സംശയങ്ങളുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ജാതി കുല ഗോത്രങ്ങൾ അനുസരിച്ച് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അവനവന്റെ ജാതിയിലുള്ള, അതായത് എന്താ പറയുക, ഈ കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മിയെ ചെന്ന് കണ്ട് അത് അവരുടെ കർമ്മങ്ങൾ എന്താണോ അവരുടെ നിർദ്ദേശപ്രകാരം അത് അനുഷ്ഠിക്കേണ്ടതാണ്. സോ ഇവിടെ നമ്മുടെ ഇത് അവസാനിക്കുകയാണ്. നമ്മുടെ എന്താ പറയാ മരണാനന്തര ചടങ്ങ്. അടുത്തതായി ഒരു വിഷയം നമ്മൾ എടുക്കാൻ പോകുന്നത് പുനർജന്മം എന്നുള്ള വിഷയമാണ്.